തങ്ങളാ പറയുന്നത്. അങ്ങനെ ആവാനിടയില്ല. റാത്തീബുകാരുടെ കുത്തുകൊണ്ട് തന്നെയാണ് മരണമുണ്ടായതെന്നാണ് എന്റെ വിശ്വാസം. മജിസ്ട്രേറ്റ് വിട്ടില്ല, എന്നാൽ അത് നമുക്ക് പരിശോധിക്കാം. തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഉദാഹരണ തങ്ങൾക്ക് റാത്തീബ് തുടങ്ങാൻ നിർദ്ദേശം നൽകി. റാത്തീബ് തുടങ്ങി. മജിസ്ട്രേറ്റ് അത്ഭുതം വിടർന്ന മിഴികളോടെ അത് നോക്കി നിന്നു. നിശ്ചിത സമയമായപ്പോൾ റാത്തീബുകാർ വെട്ടും കുത്തും തുടങ്ങി. മജിസ്ട്രേറ്റ് അന്താളിച്ചു. ഉടനെ അദ്ദേഹം അപേക്ഷിച്ചു, തങ്ങളെ അതൊന്ന് നിർത്തണമെങ്കിൽ ഇവരുടെ വെട്ടും കുത്തും കൊണ്ടല്ല മരണമുണ്ടായതെന്ന് സമ്മതിക്കണമെന്നായി മക്തി തങ്ങൾ. ഞാൻ സമ്മതിച്ചു. ഇവരുടെ വെട്ടും കുത്തും കൊണ്ടല്ല മരണമുണ്ടായത്, വേഗം അത് നിർത്താൻ കൽപ്പിക്കണം. മജിസ്ട്രേറ്റ് പറഞ്ഞു. മക്തി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് റാത്തീബ് അവസാനിപ്പിച്ചു. ഇതോടെ കുഴപ്പവും തീർന്നു. ഒരു കുഴപ്പവും പറ്റിയില്ല. റാത്തീബ് നടത്തി. മക്തി തങ്ങളെ നിർദ്ദേശം കൊടുത്ത് ഉദാഹരണങ്ങളാണ് നടത്തിയെന്ന് പറഞ്ഞു. പോലീസുകാരനെ കാണാൻ വേണ്ടി നടത്തി. ഇത് കണ്ട പോലീസുകാർ അത്ഭുതം വിട്ട് ഇങ്ങനെ നോക്കുക. അവ സാധാ സമയമായപ്പോ കുത്താനും പിന്നെ മുറിക്കാനൊക്കെ തുടങ്ങി. അവ പോലീസുകാരൻ പറഞ്ഞു ഒന്ന് നിർത്താൻ പറയുന്നു. നിർത്തണമെങ്കിൽ ഓല കുത്തുകൊണ്ടല്ല മരിച്ചത്, നിങ്ങളാണ് സമ്മതിക്കണം എന്ന് പോലീസുകാരനോട്. പോലീസുകാരെ സമ്മതിച്ചു. തങ്ങൾ നിർത്താൻ പറഞ്ഞു. കുഴപ്പമുണ്ടായില്ല. ഇവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൺകെട്ടും മായാജാലമല്ല. ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അത് കറാമത്ത് വെളിവാക്കുന്നത് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയും അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള ആളുകളെ, നമുക്കൊക്കെ ബലഹീനമായ ദഈഫായ ഈമാനാണുള്ളത്, അതും ശക്തിപ്പെടുത്താൻ വേണ്ടി. ബഹുമാനപ്പെട്ട റിഫായി ത്വരീഖത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഇത് ചെയ്യുന്നത്. ആ മഹാന്റെ കറാമത്താണല്ലോ എന്ന് നമുക്കൊക്കെ കാണാൻ വേണ്ടിയാണ് അത് വെളിവാക്കുന്നത്. അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് ഈമാൻ ശക്തി കിട്ടും. അത് അവരും അംഗീകരിച്ചതാണ്. മലബാറിൽ മാത്രമുള്ളൂ നബിദിനാഘോഷം, മറ്റു മേഖലകളിലും തെക്കൻ കേരളത്തിലൊന്നും ഇല്ലല്ലോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സത്യത്തിൽ അവിടെയൊക്കെ വളരെ വിപുലമായ രീതിയിൽ തന്നെ നബിദിനാഘോഷിക്കുന്നത് മാത്രമല്ല, അവിടെ നടക്കുന്ന നബിദിന പരിപാടിയിൽ കാര്യമായിട്ട് പങ്കുവഹിക്കാറുള്ളത് ഇപ്പോഴും മുജാഹിദുകളാണ്. മുജാഹിദ് പ്രസ്ഥാനമാണ്. വടക്കൻ കേരളത്തിൽ വന്നാൽ കണ്ണൂരിലെത്തിയാൽ ഇവർ പ്രസംഗിക്കാറില്ല നബിദിനം ആഘോഷിക്കാൻ പാടില്ല, നബിദിനാഘോഷം തെറ്റ്, ഇതിനേക്കാൾ ഭേദം മോഷണം കള്ളക്കടത്തുന്ന രീതിയിൽ. കണ്ണൂർ ഒന്നുകൊണ്ട് മുജാഹിദിന്റെ പണ്ഡിതൻ മൗലവി സുഹൈർ ചുങ്കത്തർ പ്രസംഗിച്ചത് അങ്ങനെയാണ്. നബിദിനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അതിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഭേദം മോഷണം കള്ളക്കടത്ത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പ്രസംഗിച്ചത് പത്രത്തിൽ വന്ന ആ റിപ്പോർട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നബിദിനത്തിൽ പങ്കെടുക്കാൻ തന്നെ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിനേക്കാൾ കക്കാൻ പോകല. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് എഴുതി നബിദിന പരിപാടിക്ക് വേണ്ടി ഒരു പൈസ പോലും കൊടുക്കരുത്. ഒരു പൈസ കൊടുക്കൽ പോലും തെറ്റാണ്, അതിന് സംഭാവന കൊടുക്കലും ഒക്കെ തെറ്റാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നടക്കുന്ന ആ മൗലിദ് നബിക്ക് വേണ്ടി 5 പൈസ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു, ഇവർക്ക് സത്യത്തിൽ എന്തിനോടാ ദേഷ്യം? മുത്ത് നബിയോടാണല്ലോ, അല്ലാതെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനമായതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ കാണുന്നത് ഇതെന്താ സാധനം? ഇത് സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ വിളക്ക് മഹോത്സവം 2008. കടലുണ്ടി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി വരവ് ചെലവ് കണക്ക് 2008. കടലുണ്ടിയിൽ നടന്ന അയ്യപ്പൻ വിളക്കിന്റെ റിപ്പോർട്ടിന്റെ ആ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച പുസ്തകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ വിളക്ക് മഹോത്സവം. ഞാൻ അതിലേക്ക് ചെലവിലേക്ക് സംഭാവന കൊടുത്ത അയ്യപ്പ ഭക്തന്മാരെ ഞാൻ വായിക്കാം. ആരൊക്കെയാണത്? 1 തൈക്കൂട്ടത്തിൽ ശാരദ 1001 രൂപ, 2 അമ്പാളിപ്പറമ്പിൽ ദിലീപ് 1065. അങ്ങനെ പോന്നിട്ട് 40 നോക്കുന്നു. 40 ആരാ? 40ാമത് കാണുന്നത് അബ്ദുള്ള കോയ മദനി 200 രൂപ. അബ്ദുള്ള കോയ മദനി 200 രൂപ. ആരാ അബ്ദുള്ള കോയ മദനി? KNMന്റെ സംസ്ഥാന പ്രസിഡന്റ്, കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് വക 200 രൂപ. മുത്തുനബിയുടെ ജന്മദിനത്തിന് 1 പൈസ കൊടുക്കുന്നവരും തെറ്റ്. എന്നാലോ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിന് 200 കൊടുക്കലോ വളരെ പുണ്യം. കഴിഞ്ഞില്ല. ഇത് മറ്റൊന്ന് നോക്കും നിങ്ങൾ. ഇതെന്താ? മൈത്രിയുടെ ദേവാലയങ്ങൾ. മങ്കടയിലെ മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രം. ആ മഹാദേവ ക്ഷേത്രത്തിൽ തേങ്ങൊടക്കൽ കർമ്മം. ആദ്യമായിട്ട് തേങ്ങൊടക്കാൻ പോകുക. ആരാണ് ആദ്യത്തെ തേങ്ങ സംഭാവന ചെയ്യുന്നത്? ഒരു അമുസ്ലിമിന്റെ വീട്ടിൽ അരക്കാനുള്ള തേങ്ങ കൊടുക്കുന്നത് നമുക്ക് യാതൊരു എതിർപ്പില്ല, കൊടുക്കണം. നമ്മുടെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ അവർക്ക് കറി വെക്കാൻ തേങ്ങ കൊടുക്കണം, പുണ്യമുള്ള കാര്യമാണ്. ഇതെല്ലാം മുട്ടുശാന്തിക്ക് വേണ്ടി, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി, അമ്പലത്തിൽ തേങ്ങൊടക്കൽ കർമ്മത്തിന് വേണ്ടി ആദ്യത്തെ തേങ്ങ ആരുടെ വക? മുജാഹിദ് സംസ്ഥാന പ്രസിഡന്റ് വക. റവാഹു മലയാള മനോരമ. നിഷേധിക്കാൻ കഴിയില്ലല്ലോ, മലയാള മനോരമയിൽ വന്നതാണ്. അതിലൊന്നും കുഴപ്പമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നബിദിനം ആഘോഷിച്ച തെറ്റ്. ഇനി നോക്കും നിങ്ങൾ, ഇതെന്താ സാധനം? ഇത് മലയാള മനോരമ. ഇതെന്താ പരിപാടി? ഈദ് ആഘോഷം.
ഈദാഘോഷത്തിൽ എന്താ നടക്കുന്നത്? പടിക്കപ്പാടം MSM ശാഖ സംഘടിപ്പിച്ച ഈദാഘോഷത്തിൽ എന്താ പരിപാടി? വായ കയറൽ മത്സരം. പെരുന്നാൾ ആഘോഷിക്കപ്പതേ മുത്തുനബി എത്ര വാഴ കയറിയിരിക്കണറിയോ? അള്ളാഹുവിന്റെ റസൂൽ എത്ര വായ കയറിയിട്ടുള്ളത് പറയട്ടവർ നോക്കിങ്ങള്. മുജാഹിദിന്റെ നബിദിനാഘോഷം, നമ്മൾ നബിദിനാഘോഷം നടത്തുമ്പോ കളിയാക്കുന്ന മുജാഹിദ് അവർ നടത്തുന്ന വായ കയറൽ. ഞാൻ ചോദിക്കട്ടെ, ബുഖാരിൽ എത്രാമത്തെ ഹദീസിലാ അത് പറഞ്ഞിട്ടുള്ളത്? മുസ്ലിമിന്റെ എത്രാമത്തെ ഹദീസിലാ പറഞ്ഞിട്ടുള്ളത്? പറയണം നിങ്ങൾ. ഞാൻ വായിക്കാം. അതിന്റെ റിപ്പോർട്ട് സഹിതം ഇവിടെ വന്നിട്ടുണ്ട്, പത്രത്തിൽ വന്നിരിക്കുന്നു. വളരെ വ്യക്തമായി പറയുന്നു എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈദാഘോഷത്തിന്റെ പേരിൽ വാഴകയറൽ മാത്രമല്ല, പിന്നെന്താ പരിപാടി? MSM ശാഖ സംഘടിപ്പിച്ച ഈദ് ദിന പ്രത്യേക പരിപാടി, സ്പീഡ് മെസ്സേജിംഗ്, ഷൂട്ട് ഔട്ട്, വാഴകയറൽ, തീറ്റ മത്സരം. സുന്നികളിൽ മൗലൂദിന് പോയിട്ട് ആരെങ്കിലും ഇതിനും കൊടുത്താൽ തിന്ന അതിന്റെ പേര് ഷാപ്പാട്ടുകാരെന്ന് പറയുന്നു. ഇവരോ പെരുന്നാക്ക് തീറ്റ മത്സരം. എവിടെയാ നോക്കും നിങ്ങൾ, തീറ്റ മത്സരം. പിന്നെന്താ അവിടെ നടന്നത് കേട്ടോളൂ നിങ്ങൾ. പിന്നെയോ കലം പൊട്ടിക്കൽ. അള്ളാഹുവിന്റെ റസൂല് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നേരെ പോയത് കലം പൊട്ടിക്കാനാണല്ലോ. പറയണം, ഇവർ ഇതിനൊക്കെ തെളിവുദ്ധരിക്കണം. കലം പൊട്ടിക്കൽ കഴിഞ്ഞില്ല. ക്രോസ് കൺട്രി, പിന്നെ നാരങ്ങ സ്പൂൺ, ചിരിപ്പിക്കൽ മത്സരം തുടങ്ങിയവയൊക്കെ നടന്നു. റവാഹു മലയാള മനോരമ. അപ്പൊ നബിദിനാഘോഷിച്ചത് വാഴ കയറിയ കുഴപ്പമില്ല, കലമുടച്ചാ കുഴപ്പമില്ല, തീറ്റ മത്സരം നടത്തിയാൽ കുഴപ്പമില്ല. എന്നിട്ട് സുന്നികളെ കുറിച്ച് പറയാ ഷാപ്പാടിന്റെ ആൾക്കാരാണ്. ആരാ ഷാപ്പാടിന്റെ ആൾക്കാർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്താണ് എന്റെ ഗൗരവം ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മളെ കുട്ടികൾ മദ്ഹ് കീർത്തനം ആരംഭിക്കുമ്പോ, നബിയെ കുറിച്ചൊരു പാട്ട് പാടുമ്പോ അത് കളിയാക്കുന്നവർ ഇവരെന്താ ചെയ്തത്? ഇവരെ രണ്ടത്താണി സമ്മേളനം നടക്കുമ്പോ കൊച്ചു കുട്ടികളെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത്? 1 മണിക്കൂറോളം പാട്ട് തന്നെ. 1 മണിക്കൂർ പാട്ട്. ഇവരെ നബിദിനത്തിലെ പാട്ട് പാടാൻ പാടില്ല, പാട്ട് ഇസ്ലാം അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ 1 മണിക്കൂർ പാട്ട്. ആരാ പാട്ട്? നമ്മുടെ നാട്ടുകാരൻ ഹാരിസ് സലീം. 1 മണിക്കൂർ കുട്ടികളെ ഇത്തിരി പാട്ട് തന്നെ. എന്താ പാട്ട് പാടുന്ന നിങ്ങള്? മുത്തുനബിനെ കുറിച്ചുള്ള പാട്ടല്ല, മുത്തുനബിന്റെ ഉമ്മയെ കുറിച്ചുള്ള പാട്ടല്ല, മുത്തുനബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ചുള്ള പാട്ടല്ല. പിന്നെന്താ പാട്ട്? കിണറും തവളയും മത്സ്യവും. കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ട്. ഒരു 3 പ്രാവശ്യം പാടിയ പാടോ? പാടും. 3 പ്രാവശ്യം പാടോ? എന്നാ പാട്ട് മാത്രം ഒന്ന് പഠിച്ചു നോക്കാം അല്ലേ? ആഴമേറും കിണറൊന്നിൽ മത്സ്യങ്ങളായിരം ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. ഉഷാറായിട്ട് പാടിക്കട്ടെ. ആട്ടം. നമ്മൾ സാധാരണ മൗലൂദ് ചൊല്ലുമ്പോ മൗലാക്ക് ചെല്ലുമ്പോ മൗലാ ഒന്ന് ആടും. അതിനവര് കളിയാക്കാറുണ്ട്. പിന്നെ ആട് മൂപ്പരല്ലേ, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു മദ്ഹ് പാടിയ തെറ്റ്. ഇനി നോക്കും നിങ്ങൾ, അദ്ദേഹം കുട്ടിയോട് ചോദിക്ക, നിങ്ങൾ വീട്ടിൽ പോയാൽ ഉമ്മ ചോദിക്കും, നിങ്ങൾ രണ്ടത്താണി പോയിട്ട് സമ്മേളനത്തിന് പോയിട്ട് ഭാര സമ്മേളനത്തോട് എന്താ കിട്ടി? അമ്മാനോട് പറയാ തൊപ്പി കിട്ടി. ഏതൊപ്പി? സുന്നത്തിന്റെ തൊപ്പിയിലോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം. ഇവിടുന്ന് പേടി, ഇവിടുന്നുള്ള തൊപ്പി. അത് മാത്രം പോരാ, അമ്മാനോട് പറഞ്ഞ ഒരു പാട്ട് കിട്ടി എന്ന് പറയണം. ആ പാട്ട് പാടി കൊടുക്കണം. കേൾക്കും നിങ്ങൾ. ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് എന്തേ ബാലവേദിന്റെ പരിപാടിക്ക് പോയിട്ട് എന്ന് വെച്ചാൽ ഒരു പാട്ട് പഠിച്ചു നിങ്ങൾ പറയും കേട്ടോ. അത് വളരെ മനോഹരമായി പാടി കൊടുക്കണം. അതല്ലേ അല്ലേ? എന്ത് കിട്ടിന്ന് വെക്കുമ്പോൾ ഈ തൊപ്പി കാണിച്ചു കൊടുക്കാം. ബാലവേദിന്റെ പരിപാടിക്ക് പോയ തൊപ്പി ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. തൊപ്പി മാത്രമേ ഉള്ളൂ എന്ന് വെക്കും. ഒരു പാട്ട് പഠിച്ചു എന്ന് പറഞ്ഞൂടെ അല്ലേ? ആഴമേറും കിണറൊന്നിൽ മത്സ്യങ്ങളായിരം. 1 മണിക്കൂർ ആഴമേറെ കിണറും മത്സ്യം തലവളി തന്നെ. എന്റെ കൂട്ടരെ, എന്ത് നിങ്ങൾക്ക് പറ്റിപ്പോയി? വേദന ഉണ്ട് ഞങ്ങൾക്കിതിൽ പ്രയാസമുണ്ട്. ഇതൊക്കെ നിർത്തി വെച്ചൊന്ന് കൂടി പാടാം നമുക്ക്. ഈ മറ്റൊന്നും ശ്രദ്ധിക്കാം. മലബാറിൽ മാത്രമാണോ പരിപാടി? അല്ല, തിരുവനന്തപുരത്ത്. കണ്ടോളി, തിരുവനന്തപുരത്ത് ആരാ പരിപാടി നടത്തുന്നത്? കണ്ണൂരിൽ പ്രസംഗിച്ചത് ആ മൗലവി സുഹൃത്തും. അതേ മൗലവി തിരുവനന്തപുരത്ത് പോയിട്ട് നബിദിന പരിപാടിയിൽ പങ്കെടുക്കുന്നു. എന്താ നബിദിന പരിപാടിയിൽ പങ്കെടുക്കുന്നത്? നോക്കൂ നിങ്ങൾ. പാളയം മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന മീലാദ് പ്രഭാഷണ